കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന നമ്മുടെ 4ാമത്തെ ചാപ്റ്ററിൻ്റെ വൺ ഷോർട്ട് റിവിഷൻ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്. അപ്പോൾ വരാൻ പോകുന്ന എക്സാമിന് സമയം വളരെ കുറവാണല്ലേ. അപ്പോൾ കുറച്ച് സമയം കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് ടോപ്പിക്ക് പഠിക്കണം. അപ്പോൾ ഫുൾ പാർട്ടുകളും കാണുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. മാത്രമല്ല പഠിച്ച കുട്ടികളായ നിങ്ങൾക്ക് എന്ത് ചെയ്യണം, ഒന്ന് റിവൈസ് ചെയ്യണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത്. ഇനി ഈ ചാപ്റ്റർ ഒന്നും അറിയാത്തവരാണ് നിങ്ങൾക്കെങ്കിലും ഒരു അവസാന ഘട്ടത്തിൽ നമുക്കൊരു രക്ഷകനായി നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിനെ കാണാം. അപ്പോൾ കൺസ്യൂമർ റൈറ്റ്സ് ആൻഡ് പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന ഈ ചാപ്റ്ററിന് ഞാൻ മാക്സിമം പറ്റാവുന്ന അത്രയും ചുരുക്കി ചെറിയ ചെറിയ ടേബിളുകളാക്കി പോയിന്റുകളാക്കി ചുരുക്കിയിട്ടുണ്ട്. ഒരു 5 പേപ്പർ എന്ന് പറഞ്ഞ കാര്യമാക്കേണ്ട ഈ ടേബിൾ കിടക്കുള്ള സ്പേസും ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഇത്രയും കൊണ്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്ററിനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. പോയിന്റുകളുടെ എണ്ണം വളരെ കുറവാണ്, മാക്സിമം ചുരുക്കിയിട്ടുണ്ട്. എന്നാൽ ഒരു പോയിന്റ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടില്ല, മിസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാ ഇമ്പോർട്ടൻറ്റ് പോയിന്റുകളും ഇവിടെ കവർ ചെയ്യുന്നുണ്ട്. എന്നാൽ അത് കുറച്ച് സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, ഞാൻ എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല രീതിയിൽ പഠിക്കുന്നുണ്ടെന്നറിയാം. അപ്പോൾ നന്നായി പഠിക്കുക, നന്നായിട്ട് എക്സാം എഴുതുക. അപ്പോൾ അതിന് നിങ്ങൾക്ക് ഈ പറയുന്ന 4ാമത്തെ ചാപ്റ്ററിന് ഈ ഒരു ക്ലാസ് യൂസ്ഫുൾ ആകട്ടെ എന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം കുറച്ച് ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. ഇവിടെ ഒന്നും തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. നോക്കടാ, ഫസ്റ്റ് തന്നെ പറയുന്നുണ്ട് എന്താണ് ഒരു മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു സാധനം വിൽക്കുന്ന ആൾ സെല്ലർ, വാങ്ങുന്ന ആൾ ബയ്യർ. അപ്പോൾ ബയ്യറും സെല്ലറും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന സ്ഥലം, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, മാർക്കറ്റ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എവിടെയാണ് മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ബയ്യറും സെല്ലറും തമ്മിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന സ്ഥലം. അപ്പോൾ അവിടെ വാങ്ങി ഉപയോഗിക്കുന്ന ആളുണ്ടല്ലോ, ആ ആളെയാണ് എന്ത് വിളിക്കുന്നത്, കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. ചാപ്റ്ററിൻ്റെ പേര് തന്നെ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ആർക്കായിരിക്കും, സെല്ലറിനല്ല, പകരം നമ്മളാകുന്ന കൺസ്യൂമറിനാണ്. സോ വൺ ഹു ബൈസ് ആൻഡ് യൂസസ് ഗുഡ്സ് ആൻഡ് സർവീസസ്, ആരാണോ സാധനങ്ങൾ അല്ലെങ്കിൽ സേവനങ്ങൾ വാങ്ങി ഉപയോഗിക്കുന്നത് അവരെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്യൂമർ എന്ന് വിളിക്കുന്നത്. അങ്ങനെ നമ്മൾ സാധനം വാങ്ങി ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, തൃപ്തി അടയുന്നു, അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസംഷൻ എന്ന് പറയുന്നത്. ദ പ്രോസസ് ഓഫ് ബൈയിങ് ആൻഡ് യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനങ്ങൾ നമ്മൾ ഇപ്പോൾ പൈസ കൊടുത്തോ അല്ലെങ്കിൽ പിന്നീട് പൈസ തരാമെന്നോ എന്ന് പറയുന്ന ഉറപ്പിന്മേൽ വാങ്ങുന്നു, വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്നു, അതിന് വിളിക്കുന്ന പേരാണെന്ത്, കൺസംഷൻ. അങ്ങനെ നമ്മൾ സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും തൃപ്തരാകാറുണ്ട്, ചിലപ്പോൾ എന്ത് ചെയ്യാറില്ല, തൃപ്തിയായില്ലെന്നും വരാം. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിച്ച് നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മൾ എന്ത് പറയും, നമ്മളാകുന്ന കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയും. ഇതിനാണ് നമ്മൾ കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത്. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും മെയിൻ ഗോൾ എന്താണെന്നൊരു വൺ വേർഡ് ചോദിച്ചാൽ, ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റിയുടെയും മെയിൻ ഗോൾ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ പറയണം അതെന്താണ്, അത് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷനാണ്. ഞാൻ ഈ എടുക്കുന്ന ക്ലാസ് നിങ്ങളാകുന്ന സ്റ്റുഡൻസിന് യൂസ്ഫുൾ ആകുമ്പോഴേ എന്തുള്ളൂ, നിങ്ങളെന്താ കൺസ്യൂമർ സാറ്റിസ്ഫൈഡ് ആകുന്നുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി എന്താണ്, മൊത്തം വേസ്റ്റാണ്. അപ്പോൾ ഞാൻ ഈ ചെയ്യുന്ന പ്രവൃത്തി നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ, ഉണ്ടെങ്കിൽ അതെന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാനാകുന്ന സെല്ലറിന് അതൊന്ന് മനസ്സിലായിക്കോട്ടെ, ഒരു സന്തോഷമാവുമല്ലോ അല്ലേ. അപ്പോൾ എന്താണ് ഹാപ്പിനെസ് ഫ്രം യൂസിങ് ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലേ. ഒരു സാധനം അല്ലെങ്കിൽ സേവനം നമ്മൾ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന തൃപ്തി, സംതൃപ്തി, സന്തോഷം എന്നൊക്കെ നമുക്ക് എന്തിനു വേണമെങ്കിൽ പറയാം, കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പറയാം. പക്ഷേ അവിടെ പ്രശ്നം ഇരിക്കുന്നത്, ഈ സംതൃപ്തി സന്തോഷം എന്നൊക്കെ പറയുന്നത് അത്ര എളുപ്പത്തിൽ അളക്കാൻ പറ്റുമോ അല്ലേ. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ ഈസ് സബ്ജക്റ്റീവ്. ഇതെന്താണ്, ഇത് വ്യക്തികളെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇറ്റ് വേരീസ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ അല്ലേ, വ്യക്തികൾക്കനുസരിച്ച് ഇത് മാറിക്കൊണ്ടിരിക്കും. സോ ഇത് മാത്തമെറ്റിക്കലി മെഷർ ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അവിടെയാണ് ഇവിടെ നമ്മുടെ ട്വിസ്റ്റ് ഇരിക്കുന്നത് അല്ലേ. കൺസ്യൂമർ സാറ്റിസ്ഫാക്ഷൻ പറയാൻ എളുപ്പമാണെങ്കിലും അത് ഓരോ വ്യക്തികളെ സംബന്ധിച്ചും മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം മാത്തമെറ്റിക്കലി അത് മെഷർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എങ്ങനെ നമുക്കിത് മാത്തമെറ്റിക്കലി മെഷർ ചെയ്യാം, മാത്തമെറ്റിക്കലി മെഷർ ചെയ്താലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമ്മുടെ തെറ്റുകുറ്റങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഒരു മെത്തേഡ് കൊണ്ടുവന്നു. ആര് കൊണ്ടുവന്നു, ആൽഫ്രഡ് മാർഷൽ കൊണ്ടുവന്നു. എന്താ മെത്തേഡ്, ഒരാളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു തൃപ്തി, നമുക്കത് ഇംഗ്ലീഷിൽ എന്ത് പറയാം, വാണ്ട് സാറ്റിസ്ഫൈങ് പവർ ഓഫ് എ ഗുഡ്സ്. എന്താണ്, ഒരു സാധനം നമുക്കൊരു വാണ്ട്, നമുക്കൊരു ആവശ്യം, അത് സാറ്റിസ്ഫൈ ചെയ്യാനല്ലേ നമ്മൾ സാധനം വാങ്ങുന്നത്. ആ സാധനം വാങ്ങി നമ്മൾ ഉപയോഗിക്കുന്ന നമ്മുടെ ആവശ്യം സാറ്റിസ്ഫൈ ആയില്ലേ, ആ സാറ്റിസ്ഫൈ ആകുന്ന ആ ഒരു എന്താണ് വാണ്ട് സാറ്റിസ്ഫൈങ് പവറിനെയാണ് യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്, ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റി. അപ്പോൾ എന്താണ് ഒരു വസ്തുവിൻ്റെ യൂട്ടിലിറ്റി, ഇറ്റ് ഈസ് ദ വാണ്ട് സാറ്റിസ്ഫൈങ് പവർ. ഒരു ആവശ്യം സാറ്റിസ്ഫൈ ചെയ്യാനുള്ള ഒരു വസ്തുവിൻ്റെ, ഒരു ഉൽപ്പന്നത്തിൻ്റെ കഴിവ് അല്ലെങ്കിൽ ഒരു സേവനത്തിൻ്റെ കഴിവിനെയാണ് നമ്മൾ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. നമുക്കത് എന്ത് ചെയ്യാം, യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് അളക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ 5 യൂട്ടിൽസ് അല്ലെ, 5 യൂട്ടിൽസ്, 10 യൂട്ടിൽസ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, യൂട്ടിൽസ് എന്ന യൂണിറ്റ് ഉപയോഗിച്ച് ഇതിനെ മെഷർ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എന്താ പറഞ്ഞേക്കുന്നത്, ദ സാറ്റിസ്ഫാക്ഷൻ ഗെയിൻഡ് ത്രൂ കൺസംഷൻ, നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന സംതൃപ്തി ക്യാൻ ബി കൺസിഡേർഡ് ആസ് ദ യൂട്ടിലിറ്റി ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്. അതാണ് നമ്മളൊരു സാധനത്തിൻ്റെ
യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. ഇതാരാ പറഞ്ഞത്? ആൽഫ്രഡ് മാർഷലാണ് പറഞ്ഞത്. അദ്ദേഹം എന്ത് പറഞ്ഞു? ഈ യൂട്ടിലിറ്റി നമുക്ക് മെഷർ ചെയ്യാനും പറ്റും, നമുക്കതിന് എന്ത് ചെയ്യാൻ പറ്റും? താരതമ്യം ചെയ്യാനും പഠിക്കാനും ഒക്കെ സാധിക്കുമെന്ന് ആര് പറഞ്ഞു? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ തിയറിയുടെ പേരാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. വളരെ സിമ്പിളാണ്. നമ്മളൊരു സാധനം വാങ്ങി അല്ലെങ്കിൽ സേവനം വാങ്ങി ഉപയോഗിച്ചു, നമ്മൾ അതിലൂടെ എന്ത് ചെയ്തു? തൃപ്തരായെങ്കിൽ ആ തൃപ്തിയെ നമുക്ക് കാർഡിനൽ നമ്പറുകൾ ഉപയോഗിച്ച് 1, 2, 3, 5, 10 എന്നൊക്കെ പറയുന്ന നമ്പർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് ആര് പറഞ്ഞത്? ആൽഫ്രഡ് മാർഷൽ പറഞ്ഞത്. അപ്പോൾ എന്താണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് എക്സാമിന് ചോദിച്ചാൽ പറയണം. കാർഡിനൽ യൂട്ടിലിറ്റി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് ദ സാറ്റിസ്ഫാക്ഷൻ ഡിറൈവ്ഡ് ബൈ ദ കൺസ്യൂമർ, ഒരു കൺസ്യൂമർ ഉണ്ടാക്കിയ സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ കിട്ടിയ സാറ്റിസ്ഫാക്ഷൻ എന്തിലൂടെ കിട്ടിയത്? ത്രൂ ദ കൺസംഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ്, സാധനമോ സേവനമോ വാങ്ങി ഉപയോഗിച്ചപ്പോൾ കിട്ടിയ ആ തൃപ്തി ക്യാൻ ബി ക്വാണ്ടിഫൈഡ് ബൈ യൂസിങ്, അതിനെ നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ക്വാണ്ടിറ്റി നമുക്ക് അളക്കാൻ പറ്റും ബൈ യൂസിങ് കാർഡിനൽ നമ്പർ. അതിനെയാണ് എന്ത് വിളിച്ചത്? കാർഡിനൽ യൂട്ടിലിറ്റി തിയറി എന്ന് വിളിച്ചത്. അതായത് ഇപ്പോൾ ഞാനൊരു ലഡ്ഡു വാങ്ങി കഴിച്ചു കഴിഞ്ഞാൽ എനിക്ക് തൃപ്തി കിട്ടി, ആ തൃപ്തി എനിക്ക് 10 യൂട്ടിൽസ് എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യാം? ഒരു നമ്പർ ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇതാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറി. അങ്ങനെ നമ്മളൊരു സാധനം വാങ്ങി കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എന്ന് വെച്ചാൽ കടയിൽ പോയി നമ്മൾ ലഡ്ഡു വാങ്ങിച്ചു, ഒരു ലഡ്ഡു തിന്നു, 2 ലഡ്ഡു തിന്നു, 3 ലഡ്ഡു തിന്നു, 4 ലഡ്ഡു തിന്നു എന്ന് പറയുന്നത് നമ്മൾ വെറുക്കുന്നവരെ നമ്മൾ ലഡ്ഡു തിന്നു കഴിയുമ്പോൾ ഓരോ ലഡ്ഡുവിനും നമ്മൾ ഈ പറയുന്ന പോയിന്റ് കൊടുത്തിട്ട് ആ പോയിന്റുകളുടെ എല്ലാം തുക അല്ലെങ്കിൽ സം എടുത്താൽ നമുക്ക് കിട്ടുന്ന ഒരു ക്വാണ്ടിറ്റി ഉണ്ടാവുമല്ലോ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ആ ഉൽപ്പന്നത്തിൻ്റെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി ദാറ്റ് എ പേഴ്സൺ റിസീവ്സ്, ഒരാൾക്ക് കിട്ടിയ മൊത്തം യൂട്ടിലിറ്റി. എപ്പോൾ? വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂം സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമോഡിറ്റി, ഒരു പ്രത്യേക കമോഡിറ്റിയുടെ കുറേ യൂണിറ്റുകളെ കണ്ടിന്യൂസ് ആയി ഒരാൾ കൺസ്യൂം ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ കൺസംഷനിലൂടെ അദ്ദേഹത്തിന് കിട്ടിയ മൊത്തം യൂട്ടിലിറ്റി എത്രയാണോ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. തലയ്ക്ക് നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നിരക്കുന്ന ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ലിമിറ്റേഷൻസും ഉണ്ട്. തൽക്കാലം നമുക്ക് പഠിച്ചു വെക്കാൻ വേണ്ടി ഇങ്ങനെ ഓർത്ത് വയ്ക്കാം. എന്താണ് ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി. ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഈസ് എ ടോട്ടൽ എമൗണ്ട് ഓഫ് യൂട്ടിലിറ്റി. എപ്പോഴാണ് കിട്ടുന്നത്? ദാറ്റ് എ പേഴ്സൺ റിസീവ്സ്, ഒരാൾക്ക് കിട്ടും. എപ്പോൾ? വെൻ ഹി കണ്ടിന്യൂസ്ലി കൺസ്യൂംസ് സെവറൽ യൂണിറ്റ്സ് ഓഫ് എ പർട്ടിക്കുലർ കമോഡിറ്റി, ഒരു നിശ്ചിത അല്ലെങ്കിൽ ഒരു പ്രത്യേക കമോഡിറ്റിയുടെ ഒരുപാട് ഒരേപോലെയുള്ള യൂണിറ്റുകൾ കണ്ടിന്യൂസ് ആയി കൺസ്യൂം ചെയ്യുമ്പോൾ അയാൾക്ക് കിട്ടുന്ന മൊത്തം യൂട്ടിലിറ്റി എന്ത് ചെയ്യുന്നു? കൂട്ടിയാൽ കിട്ടുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി. അങ്ങനെ ഓരോ യൂണിറ്റ് കഴിച്ചപ്പോഴും ടോട്ടൽ യൂട്ടിലിറ്റിയിൽ മാറ്റം വരുമല്ലോ അല്ലേ? ആദ്യം കഴിച്ചപ്പോൾ കിട്ടിയത് 10 യൂട്ടിലിറ്റി, ആദ്യം കഴിച്ചപ്പോൾ കിട്ടിയത് 10 യൂട്ടിലിറ്റി, അടുത്തത് കഴിച്ചപ്പോൾ കിട്ടിയത് 9 യൂട്ടിലിറ്റി, അടുത്ത് കഴിച്ചപ്പോൾ കിട്ടിയത് 8 യൂട്ടിലിറ്റി, അടുത്ത് കിട്ടിയത് 7 യൂട്ടിലിറ്റി എന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ടോട്ടൽ യൂട്ടിലിറ്റി 10 തന്നെ. രണ്ടാമത്തേത് കഴിച്ചു കഴിഞ്ഞപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എത്രയായി? 19 ആയി. അപ്പോൾ ആലോചിക്കുക, 10ൽ നിന്ന് 19 ആകാൻ 9 യൂട്ടിലിറ്റി അല്ലേ? ഈ 9നെയാണ് ഇവിടുത്തെ എന്തെന്ന് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. ഈ 19ൻ്റെ കൂടെ വീണ്ടും എന്ത് ചെയ്തു? ഒരു 8 കൂട്ടി. അപ്പോൾ എത്ര കിട്ടി? 19ൻ്റെ കൂടെ 1 കൂട്ടുമ്പോൾ എത്ര? 27 ആവും അല്ലേ? എത്ര കിട്ടും? 27 ആവും അല്ലേ? കറക്റ്റല്ലേ? കൂട്ടി തെറ്റിപ്പോയോ? 19ൽ നിന്ന് 1 കൂട്ടുമ്പോൾ 20, പിന്നെ ഒരു 7, 27 കിട്ടി. അപ്പോൾ ആലോചിക്കുക, 27ൽ നിന്ന് 19 കുറച്ചാൽ എത്ര കിട്ടും? 27ൽ നിന്ന് 19 കുറച്ചാൽ എത്ര കിട്ടും? അതായത് മൂന്നാമത്തെ ഒരു യൂണിറ്റ് കഴിച്ചപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി വന്ന മാറ്റം എത്രയാണ്? 19, 27 ആയി. അപ്പോൾ വന്ന വ്യത്യാസം 8. അപ്പോൾ ഈ 8നെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എങ്ങനെ പറയും? ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി അല്ലെ? ആലോചിച്ച് നോക്കിയേ, 19 എന്നുള്ള ചേഞ്ച് ചെയ്ത് 27 ആയില്ലേ? അപ്പോൾ ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി ദാറ്റ് ഒക്കേഴ്സ് എപ്പോൾ? വെൻ വൺ അഡീഷണൽ യൂണിറ്റ് ഓഫ് എ കമോഡിറ്റി അല്ലേ? ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലഡ്ഡു ഞാൻ കഴിച്ചപ്പോൾ എനിക്ക് കിട്ടിയതാണ് ഈ പറയുന്ന നമ്പർ. ഒരു അഡീഷണൽ യൂണിറ്റ് ഓഫ് ലഡ്ഡു കഴിച്ചപ്പോഴാണ് എനിക്ക് ഈ നമ്പർ കിട്ടിയത്. ആ നമ്പറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? മാർജിനൽ യൂട്ടിലിറ്റി. അപ്പോൾ പറഞ്ഞേ, എന്താണ് മാർജിനൽ യൂട്ടിലിറ്റി? ഇറ്റ് ഈസ് ദ ചേഞ്ച് ഇൻ ടോട്ടൽ യൂട്ടിലിറ്റി that occurs when one additional unit of a commodity is consumed is called marginal utility. സിമ്പിൾ ഭാഷയിൽ പറഞ്ഞാൽ എക്സ്ട്രാ സാറ്റിസ്ഫാക്ഷൻ ഫ്രം കൺസ്യൂമിങ് 1 more യൂണിറ്റ് എന്ന ഒറ്റ ലൈനിൽ നമുക്കത് പറയാം. എന്താണ്? ഒരു അഡീഷണൽ യൂണിറ്റ് കഴിച്ചപ്പോൾ കിട്ടിയ എക്സ്ട്രാ ആയിട്ടുള്ള സാറ്റിസ്ഫാക്ഷനെ നമുക്ക് എന്ത് വിളിക്കാം? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. എന്ത് വിളിക്കാം? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഇവിടെ നോക്കുമ്പോൾ കാണാൻ പറ്റും, യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഓരോ യൂണിറ്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? കുറയും. അങ്ങനെ കുറയുമ്പോൾ നമ്മൾ തന്നെ ഡിമിനിഷിങ് എന്നല്ലേ പറയുന്നത്. സോ ഈ നിയമത്തിൻ്റെ പേരാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി. നമ്മൾ കണ്ടൊരു കാര്യമാണ് അല്ലേ? നിങ്ങൾക്കൊരു ലഡ്ഡു തന്നു, നിങ്ങൾ വെള്ളം ദാഹിച്ചിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു കുപ്പി കൊക്കക്കോള തന്നു. കുടിക്കുന്നത് നല്ലതല്ലെങ്കിലും നമ്മൾ ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. ഒരു കോളയും കൂടി തന്നു, ആ കടക്കാരൻ ചേട്ടൻ്റെ സ്നേഹമല്ലെന്ന് വെച്ച് നമ്മൾ കുടിക്കും. ഒന്നും കൂടെ തന്നു,
വേണം വേണ്ടാന്ന് വെച്ച് കുടിക്കും. അടുത്ത് തരുമ്പോൾ എന്ത് ചെയ്യും? ഓക്കാനം വന്ന് ഛർദ്ദിക്കും, വെറുക്കും ഇല്ലേ? അപ്പോൾ ഒരു യൂണിറ്റ്, ഒരു കൊമോഡിറ്റി കണ്ടിന്യൂസ് ആയി നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഓരോ തവണയും നമുക്ക് സാറ്റിസ്ഫാക്ഷൻ കുറഞ്ഞു വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കുറഞ്ഞു വരുന്നു എന്നുള്ളതിനെയാണ് എന്ത് വിളിക്കുന്നത്? ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. എന്താ അതിൻ്റെ അർത്ഥം? ഓക്കെ, മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യും എപ്പോൾ? ആസ് മോർ യൂണിറ്റ്സ് ആർ കൺസ്യൂംഡ്. ഓരോ അഡീഷണൽ യൂണിറ്റുകൾ കൺസ്യൂം ചെയ്യുമ്പോഴും, ഓരോ അഡീഷണൽ യൂണിറ്റ് കൺസ്യൂം ചെയ്യുന്തോറും മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നടാ? കുറയുന്നു എന്നതിനെയാണ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാം, വാട്ട് ഈസ് ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി? എന്താണ്? മാർജിനൽ യൂട്ടിലിറ്റി ഡിക്രീസസ് as more unit is consumed is called law of diminishing marginal utility. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റിയും മാർജിനൽ യൂട്ടിലിറ്റിയും തമ്മിലുള്ള ബന്ധം എന്താണ്? നമ്മൾ ആ ടേബിൾ ടെക്സ്റ്റ് ബുക്ക് ഞാനിപ്പോൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ കണ്ടല്ലോ, ഓറഞ്ച് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എഫക്റ്റ്. അപ്പോൾ എന്താ പറ്റിയേ? മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ഒരു സംഖ്യയിൽ നിന്ന് തുടങ്ങി അത് 0 ആകുന്നത് വരെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഇവിടെ തന്നെ ആലോചിച്ച് നോക്കി, ഇവിടുത്തെ എക്സാമ്പിൾ തന്നെ നിങ്ങൾ ആലോചിച്ചാൽ മതി. ആലോചിച്ച് നോക്കി, ഈ പറയുന്നത് 8 ആയി, അടുത്ത 7 ആയി, അടുത്ത 6, 5, 4, 3, 2, 1, 0. അപ്പോൾ ഇതുവരെ നിങ്ങൾ ആലോചിച്ച് നോക്കി, ഓരോ ഇത് കഴിയുമ്പോഴും യൂട്ടിലിറ്റിയുടെ അളവ് കുറയുന്നുണ്ടെങ്കിലും ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടുതലല്ലേ? 27. പിന്നെ എന്ത് ചെയ്തു? കൂടുന്നു അല്ലേ? പിന്നെയും കൂടുന്നു. എന്നാൽ 0 എത്തിക്കഴിയുന്നത് വരെ, അല്ലെങ്കിൽ 0ന് തൊട്ട് മുന്നേ വരെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടും, മാർജിനൽ യൂട്ടിലിറ്റി 0 ആവുന്നത് വരെ. അത് കഴിയുമ്പോൾ എന്ത് പറ്റും? ഈ പറയുന്നത് നെഗറ്റീവായിട്ട് മാറും. ഇതെന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് എന്ത് ചെയ്യും? കുറയുന്നതായിട്ട് കാണും. സോ മാർജിനൽ യൂട്ടിലിറ്റി ഈസ് ലെസ് ദാൻ 0. മാർജിനൽ യൂട്ടിലിറ്റി മൈനസ് എന്ന് പറയുമ്പോൾ 0-നെക്കാളും താഴെയല്ലേ? ലെസ് ദാൻ 0 ആകുമ്പോഴത്തേക്കും ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യും? ഫോൾ ആകുന്നതായി നമുക്ക് കാണാൻ പറ്റും. ഇത് നിങ്ങൾക്ക് പലതരം ടേബിളുകൾ തന്നിട്ട്, നമ്മളവിടെ ഓറഞ്ചിൻ്റെ ടേബിളാണ് ടെക്സ്റ്റ് ബുക്കിൽ തന്നേക്കുന്നത്, ഇതുപോലെ എന്ത് ടേബിൾ വേണമെങ്കിലും ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ തന്നിട്ട് ഇതുപോലെ കണ്ടെത്താൻ ചോദിക്കും. നിങ്ങൾക്കറിയാൻ പറ്റുമല്ലോ, എടാ അപ്പോൾ ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടിക്കൊണ്ടിരിക്കും, മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുന്നത് വരെ. മാർജിനൽ യൂട്ടിലിറ്റി 0 ആയി കഴിഞ്ഞാൽ പിന്നെ ടോട്ടൽ യൂട്ടിലിറ്റി എന്ത് ചെയ്യത്തില്ല? കൂടത്തില്ല, അത് കുറയാണ് ചെയ്യുന്നത്. ഈ ഗ്രാഫ് നോക്കിയേ, കണ്ടോ? ടോട്ടൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കൂടി പോകും. എപ്പോൾ വരെ? മാർജിനൽ യൂട്ടിലിറ്റി 0 ആകുന്നത് വരെ. ഇവിടെ എത്തുമ്പോഴത്തേക്കും മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് 0 ആയിരിക്കും. പിന്നീട് എന്ത് ചെയ്യും? അത് കുറയുകയാണ് ചെയ്യുന്നതാണ് നമ്മൾ കണ്ടത്. ഇനി മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് തുടക്കം മുതൽ തന്നെ എന്ത് ചെയ്യുന്നു? അത് കുറഞ്ഞേ വരത്തുള്ളൂ. ഈ കുറഞ്ഞു വരുന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് കാർഡിനൽ യൂട്ടിലിറ്റി തിയറിയിൽ പറയേണ്ട കാര്യങ്ങൾ. പരീക്ഷയ്ക്ക് ചോദിക്കും, അപ്പോൾ നമ്മുടെ ആൽഫ്രഡ് മാർഷൽ കാർഡിനൽ യൂട്ടിലിറ്റി തിയറി പറഞ്ഞപ്പോൾ എന്തൊക്കെ അസംഷൻസ് ആയിരുന്നു എടുത്തിരുന്നത്? ചോദിക്കാം. മോഡൽ ചോദ്യ പേപ്പറിൽ ഈ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാം, ലോ ഓഫ് ഡിമിനിഷിങ് മാർജിനൽ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് കുറച്ച് അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ്. അസംഷൻസ് എന്ന് വെച്ചാൽ ഊഹാപോഹങ്ങൾ. അതിൽ ഒന്നാമത്തെ കാര്യം എന്താണ്? എല്ലാ പ്രോഡക്റ്റുകളും ഒരേ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും ഉള്ളതാണ്. എങ്കിലല്ലേ നമുക്ക് ഈ പറയുന്ന കുറവ് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഓരോ പ്രോഡക്റ്റ്, ഇപ്പോൾ നമ്മൾ ലഡ്ഡു കഴിക്കുകയാണെങ്കിൽ എല്ലാ ലഡ്ഡുവും ഒരേ ക്വാളിറ്റിയിലും ഒരേ ക്വാണ്ടിറ്റിയിലുമുള്ള ലഡ്ഡുകളായിരിക്കണം. ഒന്നാമത്തെ അസംഷൻ. അത് തന്നെ നടക്കാത്ത കാര്യം, എങ്കിലും അസംഷനായിട്ട് അങ്ങനെ എടുത്തു. അതുപോലെ എന്താണ്? കൺസ്യൂമറിൻ്റെ ഇൻകവും ടേസ്റ്റും ചേഞ്ച് ചെയ്യുന്നില്ല. ആലോചിച്ച് നോക്കിയാൽ നമുക്കിപ്പോൾ 2 ലഡ്ഡു എന്നാൽ ഒരു ജിലേബി കഴിക്കാനൊക്കെ തോന്നാം. പക്ഷേ ആൽഫ്രഡ് മാർഷൽ പറഞ്ഞേക്കുന്നത് അങ്ങനെയൊന്നുമില്ല. മാത്രമല്ല നമ്മളതിലെ കാശ് ഒരു ഫാക്ടർ ആണല്ലോ, അല്ലേ? കാശ് ചുമ്മാ അടക്കുകയൊന്നും അല്ലല്ലോ ഇങ്ങനെ ലഡ്ഡു വാങ്ങിച്ച് തിന്നുകൊണ്ടിരിക്കാനായിട്ട്. സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന അസംഷൻ, കൺസ്യൂമറിൻ്റെ വരുമാനത്തിലും മാറ്റം വരുന്നില്ല, കൺസ്യൂമറിൻ്റെ ടേസ്റ്റിലും എന്ത് ചെയ്യുന്നില്ല? മാറ്റം വരുന്നില്ല. അപ്പോൾ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചു. അസംഷൻസ് എന്ത് ചെയ്യാൻ ചോദിക്കാം. അപ്പോൾ 2 അസംഷൻസ് ആണുള്ളത്. തന്നിട്ടുള്ള ശരിയായ സ്റ്റേറ്റ്മെൻറ്റ് ഏത്, തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഏതെന്ന രീതി ചോദ്യം വരും. ഒന്ന്, എല്ലാ പ്രോഡക്റ്റും ഒരേ ക്വാളിറ്റിയിലുള്ളതാണ്, ഒന്നാമത്തെ അസംഷൻ. കൺസ്യൂമറിൻ്റെ ഇൻകവും ടേസ്റ്റും ചേഞ്ച് ചെയ്യുന്നില്ല എന്നുള്ളത് രണ്ടാമത്തെ അസംഷൻ. അപ്പോൾ ഈ അസംഷൻ കേൾക്കുമ്പോൾ തന്നെ അറിയാം ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ തിയറി നമ്മൾ റിജക്റ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യ തിയറി ആയതുകൊണ്ടാണ് പഠിക്കുന്നത്. എന്തൊക്കെയാണ് യൂട്ടിലിറ്റി തിയറിയുടെ ലിമിറ്റേഷൻസ്? ഇപ്പോൾ നമ്മൾ മനസ്സിൽ കണ്ട കാര്യങ്ങൾ തന്നെ ഓരോന്നായിട്ട് പറഞ്ഞോ. എന്ത്? കണ്ടിന്യൂസ് കൺസംഷൻ നടക്കുന്ന കാര്യമാണോ? ഓക്കെ, ഗുഡ്സ് ആർ കൺസ്യൂംഡ് വിത്തൗട്ട് എനി ഗ്യാപ്പ് എന്നാണ് പറയുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കൺസ്യൂം ചെയ്യും, നടക്കുന്ന കാര്യമാണോ? അല്ല.
ഫിക്സഡ് ക്വാണ്ടിറ്റി ആൻഡ് ക്വാളിറ്റി അല്ലേ, സാധനങ്ങളെല്ലാം ഒരുപോലെ ആയിരിക്കണം. അതെന്താണ്, അൺറിയലിസ്റ്റിക് ആണ്, അതൊരിക്കലും നടക്കുന്ന ഒരു കാര്യമല്ല. കമ്പനിയൊക്കെ ഉണ്ടാക്കുന്ന പ്രോഡക്റ്റുകൾ ഓക്കെ, അല്ലാത്തൊരു സാധനത്തിനും കണ്ടിന്യൂസ് എല്ലാ സാധനവും ഒരേ ക്വാണ്ടിറ്റിയും ക്വാളിറ്റി ആകണമെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇൻഫ്ലുവൻസ് ബൈ അതർ ഗുഡ്സിനെ ഇഗ്നോർ ചെയ്തിരിക്കുകയാണ്. കാരണം യൂട്ടിലിറ്റി എന്ന് പറയുന്നത് ചേഞ്ച് ചെയ്യും. എപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടുകൾ അല്ലെങ്കിൽ കോംപ്ലിമെൻ്ററികൾ ഉപയോഗിക്കുമ്പോൾ. എന്ന് ചായ കുടിക്കുന്ന എനിക്ക് കാപ്പി കുടിക്കാൻ തോന്നാം, എന്ന് ലഡ്ഡു തിന്നാൽ ജിലേബി തിന്നാൻ തോന്നാം, പൊറോട്ട തിന്നുമ്പോൾ ഒരു പത്തിരി കയറ്റാൻ തോന്നാം, ചിക്കൻ കറിക്ക് പകരം ഒരു മട്ടൻ കറിയോ ബീഫോ ആക്കാം. ആൾട്ടർനേറ്റീവ്സ് ഉണ്ട്, അതിനെപ്പറ്റി എന്ത് ചെയ്യുന്നില്ല, ചിന്തിക്കുന്നില്ല. മറ്റൊന്ന് സബ്ജക്റ്റീവ് നേച്ചർ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഇത് ഓരോ പേഴ്സൺസിനെയും ഡിപ്പെൻഡ് ചെയ്യും. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു അല്ലേ, നമ്മൾ സാറ്റിസ്ഫാക്ഷൻ പറഞ്ഞപ്പോഴേ പറഞ്ഞു സബ്ജക്റ്റീവ് ആണെന്ന് വെച്ചാൽ വ്യക്തികളനുസരിച്ച് മാറും, സ്ഥലങ്ങൾക്കനുസരിച്ച് മാറും, സമയത്തിനനുസരിച്ച് മാറും. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫാനിൻ്റെ ഒരു എക്സാമ്പിൾ തന്നിട്ടില്ലേ, അപ്പോൾ അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അത് സബ്ജക്റ്റീവാണ്. അപ്പോൾ അത് അളക്കുക എന്ന് പറയുന്നത് അത്ര നല്ലതല്ലെങ്കിൽ പെർഫെക്റ്റ് ആയൊരു കാര്യം അല്ല. ഇൻകവും പ്രൈസിനെയും പറ്റി ഇവിടെ പറയുന്നില്ല. കാരണം പലപ്പോഴും നമ്മളൊരു സാധനം വാങ്ങി ഉപയോഗിക്കുന്നത് എന്തിനെയല്ല, അതിൻ്റെ യൂട്ടിലിറ്റിയെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ടല്ല, അതിൻ്റെ വിലയും കൂടി നോക്കിയിട്ടാണ്. നമ്മളെല്ലാവരും ഇപ്പം വെളിച്ചെണ്ണയുടെ ഉപയോഗം അങ്ങ് കുറച്ചു അല്ലേ. അത് വെളിച്ചെണ്ണയുടെ ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടായിരുന്നു? അല്ല, തീ പിടിച്ച വിലയാണ് അല്ലേ. നിങ്ങൾക്ക് ചിലപ്പോൾ അറിയില്ലായിരിക്കും, അമ്മയുടെ അടുത്ത് ചോദിച്ചാൽ മതി, അമ്മ പറഞ്ഞുതരും. വെളിച്ചെണ്ണ ഇപ്പോൾ എന്താണ്, നമ്മൾ പ്രതീക്ഷിക്കാത്ത വിലയാണ്. ഒരു ദിവസം ഞാൻ കടയിൽ പോയി വെളിച്ചെണ്ണ വാങ്ങാൻ പോയി. എൻ്റെ കയ്യിൽ ആകെ ഒരു 250 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ വിചാരിച്ചു എന്താണ് 250 രൂപയ്ക്ക് സാധനം കിട്ടും. ബില്ല് വന്നപ്പോൾ അവർ പറഞ്ഞു 500 രൂപയെന്ന്. 500 450 എന്തോ ആണെന്നത്തെ വില, കുറച്ച് ദിവസം മുമ്പാണ്. അപ്പോൾ എന്താ സംഭവം, നമ്മൾ പ്രതീക്ഷിക്കാത്ത വില പോയി. അപ്പോൾ ഞാൻ എന്ത് പറഞ്ഞു കാണും, ഇപ്പോൾ എടുത്തത് അവിടെ വച്ചേക്ക്, അതിൻ്റെ പകുതി മതി, എൻ്റെ കൺസപ്ഷൻ കുറഞ്ഞില്ലേ അല്ലേ. ഞാൻ വീട്ടിൽ 1 ലിറ്റർ എണ്ണ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഞാൻ എന്ത് ചെയ്യും, 250 ആക്കി ചുരുക്കൂലേ, പൈസ ഇല്ലല്ലോ. അപ്പോൾ എൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഈ പറയുന്ന വെളിച്ചെണ്ണയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന ഓയിലിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞത് കൊണ്ടാണോ, ക്വാളിറ്റി കുറഞ്ഞത് കൊണ്ടാണോ? അല്ല, പ്രൈസാണ്. അപ്പോൾ ഒരു സാധനത്തിൻ്റെ യൂട്ടിലിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു സാധനം നമ്മൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുമെന്ന് പറയുന്നത് അതിൻ്റെ ഉപയോഗത്തെ മാത്രമല്ല, അതിൻ്റെ വിലയെ കൂടി എന്ത് ചെയ്യും, ഡിപ്പെൻഡ് ചെയ്യും. അപ്പോൾ അതിനെപ്പറ്റിയൊന്നും നമ്മുടെ അണ്ണം പറയാത്തത് കൊണ്ട് ഇത്തരം 5 ലിമിറ്റേഷൻസ് നമുക്ക് എന്ത് ചെയ്യാം, പോയിൻ്റ് ഔട്ട് ചെയ്യാം. ഗ്രാഫ് ഒന്ന് പഠിച്ചു വെച്ചോളണം. ഇവിടുന്ന് ചോദ്യങ്ങൾ വരുന്നത് എപ്പോഴും ഈ ഒരു കാര്യത്തിൽ നിന്ന് ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് എവിടെ എത്തിയപ്പോഴാണ് ഇത് കുറഞ്ഞത്, എപ്പോഴാണ് കൂടിയത്, എന്തുകൊണ്ടാണ് കുറഞ്ഞത്, അങ്ങനത്തെ രീതിയിലുള്ള ചോദ്യങ്ങളായിരിക്കും കൂടുതൽ വരുന്നത്. അസംഷൻസ് ലിമിറ്റേഷൻസ് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. അതോടെ നമുക്ക് ആ ബോറിംഗ് ടോപ്പിക്ക് തീർന്നു. ഇനി ഈസി കാര്യങ്ങളാണ്. സാധനങ്ങൾ നമുക്ക് പലതായി തിരിക്കാൻ പറ്റും. ഏതൊക്കെയാണ്? ഫ്രീ ഗുഡ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ എയർ, സൺലൈറ്റ്, ഇതൊക്കെ നമ്മൾ പൈസ കൊടുത്ത് വാങ്ങാറുണ്ടോ? ഇല്ല. ഇത് നമ്മുടെ പ്രകൃതിയിൽ ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. നമുക്ക് ആർക്ക് വേണമല്ലോ എന്ത് ചെയ്യാം, ഉപയോഗിക്കാം. അത്തരം ഗുഡ്സിനെ ഫ്രീ ഗുഡ്സ് എന്ന് വിളിക്കും. എന്നാൽ പെട്രോളിയം പ്രകൃതി കിട്ടുമെന്ന് വെച്ചാൽ ഫ്രീ ആയിട്ട് എടുത്ത് ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ചില സാധനങ്ങളുണ്ട് നമുക്കത് ഒരു വില കൊടുത്തേ വാങ്ങാൻ പറ്റത്തുള്ളൂ. പർച്ചേസ്ഡ് ആൻഡ് യൂസ്ഡ് ഫോർ എ പ്രൈസ്, വില കൊടുത്ത് നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ. കാരണം അത് പ്രകൃതി ഫ്രീ ആയിട്ട് കിട്ടാത്ത സാധനങ്ങൾ. ആഹാരം, വീട്, തുണികൾ, അപ്പോൾ ഇതിനൊക്കെയാണ് എന്ത് വിളിക്കുന്നത്, എക്കണോമിക് ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ വില ഉള്ളവയെല്ലാം നമ്മൾ എക്കണോമിക് ഗുഡ്സ് എന്നും ഫ്രീ ആയി കിട്ടുന്നവയെല്ലാം ഫ്രീ ഗുഡ്സ് എന്നും വിളിക്കും. മറ്റൊന്ന് കൺസ്യൂമർ ഗുഡ്സ് ഉണ്ട്, ക്യാപിറ്റൽ ഗുഡ്സ് ഉണ്ട്. നമ്മൾ എന്ത് സാധനമാണോ വാങ്ങിയിട്ട് നേരെ അങ്ങോട്ട് കൺസ്യൂം ചെയ്ത് നമ്മുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യുന്നത് എന്ന് വെച്ചാൽ അത് വെച്ച് പ്രത്യേകിച്ചിനൊന്നും ഉണ്ടാക്കാനില്ല, വാങ്ങി അങ്ങ് ഉപയോഗിക്കൽ മാത്രമേ ഉള്ളൂ. ഫോർ എക്സാമ്പിൾ നമ്മുടെ ചെരുപ്പ്, തുണികൾ, ടേബിൾ ഉദാഹരണം തന്നിരിക്കുന്നതാണ്. ഇത്തരം സാധനങ്ങൾ നമ്മൾ വാങ്ങി ഡയറക്റ്റായിട്ട് ഉപയോഗിക്കുകയാണ്, നമ്മൾ അത് വെച്ച് വേറൊന്നും ഉണ്ടാക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അത്തരം സാധനങ്ങളാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്യൂമർ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. കൺസ്യൂമർ വാങ്ങി കൺസ്യൂം ചെയ്യുന്ന ഗുഡ്സ്. എന്നാൽ മാർക്കറ്റിൽ മറ്റു ചില സാധനങ്ങളുണ്ട്. ഫോർ എക്സാമ്പിൾ ഫാക്ടറി, അതിനകത്തുള്ള മെഷീൻസ്, ചില സ്റ്റീല്, ഇരുമ്പ് പോലുള്ള റോ മെറ്റീരിയൽസ്, ഇതൊന്നും വാങ്ങി നമ്മൾ ഡയറക്റ്റ് കൺസ്യൂം ചെയ്യല്ല, നമ്മൾ അതിനെ മറ്റൊരു മൂല്യവർദ്ധിത ഉൽപ്പന്നമാക്കി മാറ്റുകയാണ് അല്ലേ. സോ ദീസ് ആർ യൂസ്ഡ് ഇൻ ദ പ്രൊഡക്ഷൻ ഓഫ് അനദർ പ്രോഡക്റ്റ്. മറ്റൊരു പ്രോഡക്റ്റിൻ്റെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇത് യൂസ് ചെയ്യുകയാണ്. അത്തരം പ്രൊഡക്റ്റുകളാണ് എന്ത് വിളിക്കുന്നത്, ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ കൺസ്യൂമർ വാങ്ങി കൺസ്യൂം ചെയ്യുന്നത് കൺസ്യൂമർ ഗുഡ്സ്. എന്നാൽ സാധനം വാങ്ങിയിട്ട് അത് പ്രൊഡക്ഷൻ പ്രോസസ്സിന് ഉപയോഗിക്കുന്നെങ്കിൽ അത് ക്യാപിറ്റൽ ഗുഡ്സ് എന്ന് പറയും. ഇനി മറ്റൊന്ന് ഡ്യൂറബിൾ ഗുഡ്സും നോൺ ഡ്യൂറബിൾ ഗുഡ്സും. നമ്മൾ വീട് വെച്ചു, ഒരു ദിവസത്തേക്കാണോ വെച്ചേ? അല്ലെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിച്ചു, 5 മാസത്തേക്കാണോ വാങ്ങിച്ചത്? അല്ലല്ലോ അല്ലേ. ഇതൊരു ലോങ് ടൈമിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സാധനങ്ങളാണ് ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. നേരെ മറിച്ച് ഒരു പാല് വാങ്ങി വീട്ടിലത്തേക്ക്, അത് ചായ ഇട്ടു അല്ലെങ്കിൽ കാപ്പി ഇട്ടു കുടിച്ചു തീർത്തു, 10 ദിവസം വെച്ചേക്കാൻ പറ്റുമോ? ചീത്തായി പോകത്തില്ലേ? സോ മിൽക്ക്, വെജിറ്റബിൾസ് പോലെയുള്ള സാധനങ്ങൾ വിച്ച് ക്യാൻ ബി യൂസ്ഡ് ഓൺലി ഫോർ എ ഷോർട്ട് പീരീഡ് ഓഫ് ടൈം, ഇതിനെയാണ് എന്ത് വിളിക്കുന്നത്, നോൺ ഡ്യൂറബിൾ ഗുഡ്സ് എന്ന് വിളിക്കുന്നത്. തീർന്നു. ഗുഡ്സും പഠിച്ചു, തിയറിയും പഠിച്ചു. ഇനി സിമ്പിളാണ്. സാധനം വാങ്ങുമ്പോൾ നമ്മൾ പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, പറ്റിക്കപ്പെടാറുണ്ട് അല്ലേ. നമ്മൾ എപ്പോഴാണ് പറ്റിക്കപ്പെടാറ്, എന്തൊക്കെ കൊണ്ടാണ് നമ്മൾ പറ്റിക്കപ്പെടാറ്? ഒരു കൺസ്യൂമർ എന്ന് പറയുന്നത് എപ്പോഴാണ് എക്സ്പ്ലോയിറ്റഡ് ആകുന്നത്? എപ്പോഴാണ്? നമുക്ക് വില, അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ വാറൻറ്റി, അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിനെ പറ്റി നമ്മൾ ഇഗ്നറൻ്റ് ആകുമ്പോഴാണ്. എന്ന് വെച്ചാൽ നമുക്കതിനെപ്പറ്റി അറിവില്ലാതാകുമ്പോഴാണ് അല്ലേ. ഒറിജിനൽ സാധനം ഏതാ, ഡൂപ്പ് സാധനം ഏതാണെന്ന് നോക്കി വാങ്ങാൻ കഴിവില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ആൾക്കാർ പറ്റിക്കും.
അല്ലേ? അപ്പോൾ അങ്ങനെ നമ്മൾ പറ്റിക്കുമ്പോഴത്തേക്ക് നമ്മൾ ചതിക്കപ്പെടും, നമ്മൾ എക്സ്പ്ലോയിറ്റഡ് ആകും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് സാധനം വാങ്ങുമ്പോൾ നമുക്ക് കുറച്ച് ഡ്യൂട്ടീസ് ഉണ്ട്, അല്ലെങ്കിൽ പ്രിക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഒരു കൺസ്യൂമർ ഒരു സാധനം വാങ്ങുമ്പോൾ നോക്കേണ്ട, ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്ത്, അല്ലെങ്കിൽ ഡ്യൂട്ടീസ് എന്ത്, പ്രിക്വേഷൻസ് എന്ത് എന്നിങ്ങനെ എങ്ങനെ വേണോ തിരിച്ചും മറിച്ചും ചോദിച്ചാലും ഉത്തരം ഒന്ന് തന്നെയാണ്. ഒന്ന്, സാധനം വാങ്ങുമ്പോൾ നമ്മൾ അതിൻ്റെ എന്തൊക്കെ ചെക്ക് ചെയ്യണം? ക്വാളിറ്റി ചെക്ക് ചെയ്യണം, അതിൻ്റെ എക്സ്പയറി ഡേറ്റ് നോക്കണം, അതിൻ്റെ വാറൻറ്റി നോക്കണം, അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം? നോക്കണം. മാത്രമല്ല സാധനം വാങ്ങുമ്പോൾ അതിൻ്റെ ബില്ല് വാങ്ങാൻ മറക്കരുത്. പാക്കറ്റിൻ്റെ പുറകിലായിട്ട് കുറേ ക്വാളിറ്റി മാർക്കുകൾ ഉണ്ടാവും. ISI മാർക്ക്, അഗ് മാർക്ക്, FSSAI പോലെയുള്ള മാർക്കുകളുണ്ട്. ഈ മാർക്ക് എന്താണെന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത്തരം സാധനങ്ങളൊക്കെ നോക്കിയിട്ട് വേണം അല്ലേ നമ്മൾ സാധനം വാങ്ങാനായിട്ട്. അപ്പോൾ നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മുടെ ഡ്യൂട്ടി എന്താ? ആസ് എ കൺസ്യൂമർ നമ്മളതിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ എക്സ്പയറി, അതിൻ്റെ വാറൻറ്റി, അതിൻ്റെ സേഫ്റ്റി സ്റ്റാൻഡേർഡ്, അതിൻ്റെ MRP ഒക്കെ നോക്കിയിട്ട് വേണം എന്ത് ചെയ്യാൻ? സാധനങ്ങൾ പർച്ചേസ് ചെയ്യാൻ. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? പറ്റിക്കപ്പെടും. ഇനി പറ്റിക്കപ്പെട്ടാൽ നമ്മൾ എന്ത് ചെയ്യും? പറ്റിക്കപ്പെട്ട നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? പൈസ കൊടുത്തല്ലേ വാങ്ങിച്ചത്. നമുക്ക് എന്ത് ചെയ്യണം? നമുക്ക് പ്രശ്നപരിഹാരം വേണം. അപ്പോൾ കൺസ്യൂമേഴ്സ് ചതിക്കപ്പെട്ടാൽ പ്രശ്നപരിഹാരം കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ ആദ്യം വന്നൊരു മൂവ്മെൻ്റ് ഉണ്ട്. ആദ്യം വന്ന മൂവ്മെൻ്റ് എന്ന് പറയുന്നത് 1966. നിങ്ങളൊന്നും ജനിച്ചിട്ട് പോലും ഇല്ല. എവിടെയാണ്? നമ്മുടെ മുംബൈയിലാണ്. എന്താ പേര്? കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി. അപ്പോൾ ആദ്യമായിട്ട് കൺസ്യൂമർ പ്രൊട്ടക്ഷന് വേണ്ടി വന്നത് ആരാണ്? അത് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റിയാണ് അല്ലേ? കൺസ്യൂമേഴ്സിനെ ഗൈഡ് ചെയ്യണം. എന്താ ഒബ്ജക്റ്റീവ്? കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫ്രോഡുകൾ പ്രിവെൻറ്റ് ചെയ്യുക, കൺസ്യൂമേഴ്സിനെ എന്താണ് ശാക്തീകരിക്കുക, എംപവർ ചെയ്യുക, റെഗുലേറ്റ് ആഡ്സ് അല്ലേ, തെറ്റിദ്ധാരണ പരത്തുന്ന പരസ്യങ്ങൾ നിർത്തുക, അതുപോലെ എന്താണ് ഗീവ് റെപ്രസെൻറ്റേഷൻ, ഈ പറയുന്ന കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങളെയൊക്കെ എന്ത് ചെയ്യുക? പബ്ലിക് ഫോറങ്ങൾ റെപ്രസെൻറ്റ് ചെയ്യുക, അതിനെ മുന്നോക്കി കൊണ്ടുവരിക, സമരങ്ങളും ധരണകളും നടത്തുക. ഇതൊക്കെയാണ് ആരുടെ ഉദ്ദേശം എന്ന് പറയുന്നത്? കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അപ്പോൾ പറഞ്ഞേ, കൺസ്യൂമേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ആദ്യമായി നിലവിൽ വന്ന സംഘടനയാണ് കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി. 1966 മുംബൈ. കൺസ്യൂമർ ഗൈഡൻസ് സൊസൈറ്റി 1966 മുംബൈ. എന്തൊക്കെയാണ് ഒബ്ജക്റ്റീവ്? കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഫ്രോഡുകൾ പ്രിവെൻറ്റ് ചെയ്യുക, അവരെ എംപവർ ചെയ്യുക, തെറ്റായ പരസ്യങ്ങൾ നിർത്തലാക്കുക, റെപ്രസെൻറ്റേഷൻ ഉറപ്പാക്കുക. ഇത് 66 വന്ന ഒരു ഓർഗനൈസേഷൻ. സർക്കാരും എന്ത് ചെയ്തിട്ടുണ്ട്? സർക്കാർ തലത്തിലൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. അതിൻ്റെ പേരാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. വരുന്നത് 1986 വർഷം പഠിച്ചു വെച്ചോ, വളരെ ഇമ്പോർട്ടൻ്റ്. ഇപ്പോഴാണ് 1986 കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് നിലവിൽ വരുന്നത്. ഏത് ദിവസം? 24 ഡിസംബർ 1986. ഈ 24 ഡിസംബറിനെയാണ് നമ്മൾ നാഷണൽ കൺസ്യൂമർ ഡേ ആയിട്ട് ആചരിക്കുന്നത്. ചുമ്മാ വന്നതാണോ? അല്ല. തൊട്ട് മുന്നത്തെ വർഷം 1985 യുണൈറ്റഡ് നേഷൻസ് റെസൊല്യൂഷൻ ഓൺ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ നിലവിൽ വരുന്നത്. അതിന് പ്രകാരമാണ് തൊട്ടടുത്ത കൊല്ലം 1986 നമ്മുടെ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് കൊണ്ടുവരുന്നത്. രണ്ട് കാര്യങ്ങളാണ് മെയിനായിട്ട് വരുന്നത് അതിൽ നിന്ന്. ഒന്ന്, കൺസ്യൂമേഴ്സിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് ഡിഫൈൻ ചെയ്തു. നമ്മൾ തൊട്ട് ഇപ്പോൾ താഴെ പഠിക്കും. പിന്നെ കൺസ്യൂമേഴ്സ് ചതിക്കപ്പെട്ടാൽ അവർക്ക് പോകാനായിട്ട് കൺസ്യൂമർ കോടതികൾ എന്ത് ചെയ്തു? നിലവിൽ വന്നു. അതും എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പഠിക്കും. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ലോ. അപ്പോൾ ലോ വന്നാൽ ഏതാണത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് ഓഫ് 1986 ഡിസംബർ 24, 1986 നിലവിൽ വരുന്നു. രണ്ട് കാര്യങ്ങളാണ് അത് ചെയ്യുന്നത്. ഒന്ന്, കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറയുകയും കൺസ്യൂമർ കോടതികൾ എസ്റ്റാബ്ലിഷ് ചെയ്യുകയും ചെയ്തു. പിന്നീട് 2000 ആയപ്പോഴത്തേക്കും ഇവിടെ ഇൻ്റർനെറ്റും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇൻ്റർനെറ്റ് വഴി നമ്മൾ സാധനം വാങ്ങാൻ തുടങ്ങി. അപ്പോൾ അവിടെ പറ്റിപ്പ് തുടങ്ങി. അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് 2019 ഒരു നിയമം വരുന്നുണ്ട്. നിയമത്തിൻ്റെ പേര് ഇത് തന്നെയാണ്. എന്ത്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്. 86 വരെ എത്രയായി? 2019 ജൂലൈ 20, 2020 നിലവിൽ വരുന്നത്. കാരണം അറിയാമല്ലോ, ആദ്യം ഒരു ബില്ല് വയ്ക്കും, ബില്ല് പാർലമെൻറ്റ് പാസ്സാക്കും, പാസ്സായി കഴിഞ്ഞിട്ട് ആക്റ്റായിട്ടാണ് എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. അപ്പോൾ 19 ബില്ല് വെച്ചെങ്കിലും ജൂലൈ 20, 2020 എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. 2020 അറിയാലോ, നമ്മുടെ കൊറോണയൊക്കെ വന്ന കാലം. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? അന്ന് വരെ കോമേഴ്സ് രംഗത്തുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ ഇത്തവണ എന്ത് ചെയ്തു? അതുകൂടെ ഉൾപ്പെടുത്തി. ഫ്ലിപ്കാർട്ടും ആമസോണും മിന്ത്രയും അതുപോലെയുള്ള സൈറ്റുകളുണ്ടല്ലോ, അതുവഴി വാങ്ങുന്ന കാര്യങ്ങൾക്കും തെറ്റായി നമ്മൾ ചതിക്കപ്പെട്ടാൽ നമുക്ക് കോടതിയിൽ പോകാമെന്നുള്ള പറഞ്ഞു. മിസ്ലീഡിംഗ് ആയിട്ടുള്ള പരസ്യങ്ങൾ നിരോധിക്കാനും അതുപോലെ തന്നെ എന്താണ് കൗണ്ടർ ഫീറ്റ് എന്ന് വെച്ചാൽ എന്താണ്? വ്യാജ സാധനങ്ങൾ അല്ലേ, ക്ലോണും ഡൂപ്പും ഒക്കെ മാർക്കറ്റ് ഒരുപാട് ഇപ്പോൾ ചൈനയിൽ നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്ന് പറ്റിച്ചാലും നമുക്ക് കേസ് കൊടുക്കാൻ പറ്റും. അതുപോലെ സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റിയും എന്ത് ചെയ്തു? നിലവിൽ വരുന്നു. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. 2019 നിയമപ്രകാരം എന്തൊക്കെ വന്നു? സെൻട്രൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ അതോറിറ്റി വന്നു. കോമേഴ്സ് രംഗത്തെ ഫ്രോഡുകളും നിലവിൽ വന്നു. ഇനി മറ്റൊരു നിയമം ഫുഡ് സേഫ്റ്റി ആക്ട് ഓഫ് 2006, ഫുഡിൻ്റെ ക്വാളിറ്റിക്ക് വേണ്ടിയിട്ട്. ഇതൊക്കെ നിയമങ്ങളായിട്ടൊന്ന് പഠിച്ചു വയ്ക്കും.
അപ്പോൾ നോക്കടാ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ടിനകത്ത് 2 കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്ന്, ഒരു കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ, കൺസ്യൂമർ കോടതികൾ. അപ്പോൾ കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം, പരീക്ഷയ്ക്ക് ചോദിക്കാം. അപ്പോൾ നിങ്ങളിങ്ങനെ പറയണം, എങ്ങനെ പറയണം? റൈറ്റ് ടു സേഫ്റ്റി, റൈറ്റ് ടു ചൂസ്, റൈറ്റ് ടു നോ, റൈറ്റ് ടു റിഡ്രസൽ, റൈറ്റ് ടു എഡ്യൂക്കേഷൻ. ഈ റൈറ്റ് ഞാൻ എഴുതിയിട്ടില്ലെന്നേ ഉള്ളൂ, മുകളിൽ റൈറ്റ് ഉണ്ട്. അപ്പോൾ എന്താണ് റൈറ്റ് ടു സേഫ്റ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹാംഫുള്ളായ സാധനങ്ങൾ നമ്മൾ അടിച്ചേൽപ്പിച്ച് നമുക്ക് എന്തെങ്കിലും ഹാം ഉണ്ടായാൽ കേസ് കൊടുക്കാൻ പറ്റും. റൈറ്റ് ടു ചൂസ് എന്ന് വെച്ചാൽ എന്താണ്, നമുക്ക് ഒരു സാധനം ചൂസ് ചെയ്ത് വാങ്ങാം, പ്രൈസൊക്കെ നോക്കി താരതമ്യം ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ളത് ചൂസ് ചെയ്യാനുള്ള അവകാശം ആസ് എ കൺസ്യൂമർ നമുക്കുണ്ട്. റൈറ്റ് ടു നോ, ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ വില, അതിൻ്റെ പ്യൂരിറ്റി ഒക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ അതൊക്കെ കവറിൽ എഴുതി വച്ചേക്കണം. അതാണ് റൈറ്റ് ടു നോ എന്ന് പറയുന്നത്. അപ്പോൾ റൈറ്റ് ടു റീഡ്രസൽ എന്ന് വെച്ചാൽ എന്താണ്, നമ്മൾ സാധനം വാങ്ങി ചതിക്കപ്പെട്ടാൽ നമുക്ക് കോമ്പൻസേഷൻ അവകാശപ്പെടാനുള്ള അവകാശം ഉണ്ട്. റൈറ്റ് ടു എഡ്യൂക്കേഷൻ, അല്ലേ, ഒരു നോളജ് ടു ബി ഇൻഫോംഡ് കൺസ്യൂമർ, നോളജ് ടു ബി ആൻ ഇൻഫോംഡ് കൺസ്യൂമർ എന്ന് വെച്ചാൽ ഒരു കൺസ്യൂമറായി നമുക്ക് നമ്മുടെ അവകാശങ്ങളെപ്പറ്റി അറിയാനും എന്തുണ്ട്, അവകാശമുണ്ട്. നമ്മുടെ അവകാശങ്ങളെപ്പറ്റി മനസ്സിലാക്കണം. അങ്ങനെ 5 അവകാശങ്ങളെ പറ്റിയിട്ടാണ് പറയുന്നത്. ഒന്ന്, റൈറ്റ് ടു സേഫ്റ്റി, എന്താണ്, ഹാംഫുള്ളായ സാധനങ്ങൾ നമുക്ക് വിൽക്കാൻ പാടില്ല. റൈറ്റ് ടു ചൂസ് എന്ന് വെച്ചാൽ എന്താ, കോമ്പറ്റീറ്റീവ് പ്രൈസിൽ നമുക്ക് സാധനങ്ങൾ വാങ്ങാൻ പറ്റണം. റൈറ്റ് ടു നോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാങ്ങുന്ന സാധനത്തിൻ്റെ ക്വാളിറ്റി, പ്രൈസ്, പ്യൂരിറ്റി ഒക്കെ അറിയാനുള്ള അവകാശമുണ്ട്. റൈറ്റ് ടു റീഡ്രസൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അൺഫെയർ ട്രേഡിലൂടെ നമുക്ക് ചതിക്കപ്പെട്ടാൽ കോടതിയിൽ പോകാൻ പറ്റണം. റൈറ്റ് ടു എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് നമ്മുടെ അവകാശങ്ങളെപ്പറ്റി അറിയാനുള്ള കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് വരുന്നത് എന്താണ്, കൺസ്യൂമർ കോടതികളല്ലേ. കൺസ്യൂമർ കോടതികൾ നമ്മുടെ ഇന്ത്യയിൽ 3 ലെവലിലാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. ഒന്ന്, ഡിസ്ട്രിക്റ്റ് കൺസ്യൂമർ കോർട്ട്, 1 കോടി രൂപയ്ക്ക് താഴെ വരെയുള്ള ക്ലെയിം. സ്റ്റേറ്റ് കമ്മീഷൻ 1 കോടി തൊട്ട് 10 കോടി വരെ. നാഷണൽ കൺസ്യൂമർ ഡിസ്പ്യൂട്ട് റെഡ്രസൽ ഇൻഫർമേഷൻ അല്ല, കമ്മീഷൻ. അപ്പോൾ നാഷണൽ എന്താണ്, 10 കോടിക്ക് മുകളിൽ. ഇങ്ങനെയാണ് നമ്മുടെ കൺസ്യൂമർ കോടതികളുടെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നമ്പർ ഒന്ന് ഓർത്ത് വെച്ചോളണം. 1 കോടിക്ക് താഴെയാണെങ്കിൽ ഡിസ്ട്രിക്റ്റ് ലെവലിൽ, 1 കോടിക്കും 10 കോടിക്ക് മുകളിലാണെങ്കിൽ സ്റ്റേറ്റ് ലെവലിൽ, 10ന് മുകളിലാണെങ്കിൽ നാഷണൽ ലെവലിലാണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, പരാതികൾ കൊടുക്കേണ്ടത്. അങ്ങനെ പരാതികൾ നമുക്ക് കൊടുക്കാൻ പറ്റും എന്നത് മനസ്സിലാക്കുക. ഇത് പഠിക്കുമ്പോൾ സിമ്പിളായിട്ട് തോന്നുമെങ്കിലും പരീക്ഷയ്ക്ക് വരുമ്പോൾ സമയം കളയുന്ന പരിപാടിയാണ്. അതായത് നിങ്ങൾക്കൊരു എഡ്യൂക്കേഷൻ റിലേറ്റഡ് ഫ്രോഡ് വന്നാൽ നിങ്ങൾ ആരെ കാണും, ആർക്ക് കംപ്ലൈൻറ്റ് കൊടുക്കും, നിങ്ങളുടെ കൂട്ടുകാരനെ സഹായിക്കുക, നിങ്ങളുടെ ആരെങ്കിലുമൊക്കെ സഹായിക്കുക എന്ന് പറഞ്ഞ രീതി ചോദ്യങ്ങൾ വരും. അപ്പോൾ നമ്മൾ ഈ പോയിൻ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കണം. വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഫ്രോഡുകൾ കണ്ടാൽ നമ്മൾ എവിടെ പോകണം, നമ്മൾ UGC യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അല്ലെങ്കിൽ ഓൾ ഇന്ത്യ കൗൺസിൽ ഓഫ് ടെക്നിക്കൽ എഡ്യൂക്കേഷനിൽ കംപ്ലൈൻറ്റ് കൊടുക്കാം. വ്യാജ ഡിഗ്രി അങ്ങനത്തെ കാര്യങ്ങൾ. അല്ലെ പൈസ തട്ടിച്ചെങ്കിൽ പോലീസ് കംപ്ലൈൻറ്റ് കൊടുക്കുക, അല്ലെങ്കിൽ കൺസ്യൂമർ ഫോറത്തിൽ കംപ്ലൈൻറ്റ് കൊടുക്കുക. പോയിൻ്റ് ഓർത്ത് വെച്ചോളനെ, ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ നിന്ന് ഒരു ചോദ്യം ഒരു 99% ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനി ഹെൽത്ത് കെയറുമായി ബന്ധപ്പെട്ട് ഒരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് മെഡിക്കൽ കൗൺസിലിലോ ഹെൽത്ത് ഡയറക്ടറിയിലോ അല്ലെങ്കിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ പൊതു താൽപ്പര്യ ഹർജിയോ കൊടുക്കാം. ജോബ് റിലേറ്റഡ് ഫ്രോഡ് ആണെങ്കിൽ എന്താണ്, പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് അല്ലേ, അല്ല അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്, പ്രൊട്ടക്ടറേറ്റ് ഓഫ് എമിഗ്രൻസ് അല്ലെങ്കിൽ IPC 420 ഏതാണ് 420 ഫ്രോഡ്, അല്ലെങ്കിൽ വിദേശത്താണെങ്കിൽ ഇന്ത്യൻ എംബസിയിലും ഒക്കെ പരാതി കൊടുക്കാം. ബാക്കി കുറേ പോയിൻ്റൊക്കെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എഴുതാം, മിനിമം 1-2 എണ്ണമെങ്കിലും എഴുതിക്കൊള്ളാം. ഓൺലൈൻ തട്ടിപ്പുകളാണെങ്കിൽ സൈബർ ക്രൈമിലോ അല്ലെങ്കിൽ എന്താണ് CERT-IN അല്ലെങ്കിൽ നാഷണൽ സൈബർ ഹെൽപ്പ് ലൈനിലോ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് പരാതി കൊടുക്കാം. ബാങ്കിങ് റിലേറ്റഡ് ഫ്രോഡ് ആണെങ്കിൽ ബാങ്കിങ് RBI ഓംബുഡ്സ്മാൻ എന്ത് ചെയ്യാം, പരാതി കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് നോക്കി വെച്ചോളണം. വായിക്കുമ്പോൾ സിമ്പിളാണെങ്കിലും ഇതിനകത്ത് വേറൊന്നും പറഞ്ഞു തരാനില്ല, ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചോളണം. നിങ്ങൾ ഹെൽപ്പ് ചെയ്യുക ഫ്രണ്ടിന് എന്നൊക്കെ രീതിയിൽ ആ ചോദ്യം വരുന്നത്. അപ്പോൾ എന്തെങ്കിലും എഴുതി വയ്ക്കുന്നതിനേക്കാളും ഇത്തരം പോയിന്റുകൾ ഉൾപ്പെടുത്തി എഴുതിയാൽ മാർക്ക് പെട്ടെന്ന് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. ലാസ്റ്റ് ടോപ്പിക്കാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ. കൺസ്യൂമറായ നമുക്ക് എന്തിനുള്ള അവകാശമുണ്ട്, വിദ്യാഭ്യാസ സ്കൂളിൽ പോകാനുള്ള അവകാശമുണ്ടെന്നാണോ? അല്ല. എന്താണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ? ഇറ്റ് ഈസ് അബൌട്ട് എഡ്യൂക്കേറ്റിംഗ് കൺസ്യൂമർ. കൺസ്യൂമർ നമ്മൾ പഠിപ്പിക്കണം എന്തിനെ പറ്റിയിട്ട്, എബൌട്ട് ദെയർ റൈറ്റ്, റെസ്പോൺസിബിലിറ്റീസ്, ചോയ്സസ് ഓഫ് പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്, ഡിഫറൻസ് ഇൻ ദ മാർക്കറ്റ്സ് ആൻഡ് കൺസ്യൂമർ ലോസ്. കൺസ്യൂമർ അല്ലെങ്കിൽ ഉപഭോക്താവായി നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കുകയാണ്, നമ്മൾ നമ്മുടെ അവകാശങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണ്, നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു തരികയാണ്, നമ്മൾ പറയുന്ന പ്രോഡക്റ്റുകളും സർവീസുകളെയും പറ്റിയും ഡിഫറൻസ് ഇൻ മാർക്കറ്റുകളെ പറ്റിയിട്ടും കൺസ്യൂമർ നിയമങ്ങളെ പറ്റിയിട്ടും നമ്മളെ ബോധവൽക്കരിക്കുന്നത് അല്ലെങ്കിൽ നമ്മളെ ബോധവാന്മാരാക്കുന്നത് എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കൺസ്യൂമർ എഡ്യൂക്കേഷൻ എന്ന് വിളിക്കുന്നത്. ചോദിക്കും എന്തൊക്കെയാണ് കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഒബ്ജക്റ്റീവ്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്തൊക്കെയാണ്, കൺസ്യൂമറിൻ്റെ അവകാശങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, നമ്മുടെ ഡ്യൂട്ടീസിനെ പറ്റിയിട്ട് അവയർനെസ് ഉണ്ടാക്കുക, സേഫ്റ്റി എൻഷുർ ചെയ്യുക, ജസ്റ്റിസും എത്തിക്സും
എന്താണ് കൊണ്ടുവരിക, അതുപോലെ എന്താണ് ഹെൽത്ത് സേഫ്റ്റി എൻഷുർ ചെയ്യുക. ഇതൊക്കെയാണ് എന്ത് ഒബ്ജക്റ്റീവുകളെന്ന് പറയുന്നത്. ഇനി എങ്ങനെ ഒരു കംപ്ലയിൻറ്റ് ചെയ്യാം, ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ നല്ല സാധ്യതയുണ്ട്. കാരണം ഇവിടെ സിമ്പിൾ ചോദ്യമാണെങ്കിൽ നിങ്ങളെന്ന് പറയുന്ന ഭാവി തലമുറ ഇതറിയാൻ വേണ്ടിയാണ് ഈ ചാപ്റ്റർ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് തന്നെ എന്തിന് എക്സാമ്പിളാണ്? കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ എക്സാമ്പിളാണ്. കാരണം നിങ്ങളാണ് ഭാവി കൺസ്യൂമേഴ്സ്. അപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരണ്ടേ, അതാ പരിപാടി. നോക്കടാ, എങ്ങനെ കംപ്ലയിൻറ്റ് ഫയൽ ചെയ്യാൻ പറ്റും? ഇഫ് എ കൺസ്യൂമർ ഈസ് ചീറ്റഡ്, ഒരാൾ ചതിക്കപ്പെട്ടാൽ എന്ത് ചെയ്യാം? കൺസേൺഡ് ഓഫീസിലോ കൺസ്യൂമർ കോർട്ടിലോ പരാതി കൊടുക്കാം. എങ്ങനെ കൊടുക്കാം? ഒരു വെള്ള പേപ്പറിൽ എഴുതി അങ്ങ് കൊടുത്താൽ മതി. അതിനോടൊപ്പം സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ആയിട്ടുള്ള ബില്ലും റെസീപ്റ്റും പ്രൂഫുകളും എന്ത് ചെയ്യണം? സൂക്ഷിച്ച് വയ്ക്കണം. അപ്പോൾ ബില്ല് വാങ്ങാൻ മറക്കണ്ട. ഇതാണ് എവിഡൻസ് എന്ന് പറയുന്നത്. ഇത് വെച്ച് നമുക്ക് പരാതി കൊടുക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി നമ്മുടെ ഇന്ത്യയിൽ കൺസ്യൂമർ എഡ്യൂക്കേഷൻ്റെ ഭാഗം തന്നെയാണ്. കുറച്ച് സേഫ്റ്റി സിമ്പിളുകളെ പറ്റി പറയുന്നുണ്ട്. ISI മുദ്ര ആരാ കൊടുക്കുന്നത്? ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് ആണ് കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഇൻഡസ്ട്രിയൽ പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ ചോദ്യം വരുന്നത്, ഈ പറയുന്ന ISI മുദ്ര എന്ത് പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ഇൻഡസ്ട്രിയൽ പ്രൊഡക്റ്റുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. സിമൻറ്റ്, പേപ്പർ, പെയിൻറ്റ് പോലെയുള്ളവ. അക്മാർക്ക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഡയറക്ടറേറ്റ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ഇൻസ്പെക്ഷനാണ് കൊടുക്കുന്നത്. എന്തുമായി ബന്ധപ്പെട്ട്? കൃഷിയും ഫോറസ്ട്രിയും, അഗ്രികൾച്ചറും ഫോറസ്ട്രിയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രോഡക്റ്റുകൾക്ക് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ ഫുഡ് ഗ്രെയിൻസ്, പൾസസ്, ഓയിൽസ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്. അടുത്ത് FSSAI എന്താണ്? ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. എന്തുമായിട്ട്? ഫുഡ് സേഫ്റ്റിയും ഹൈജീനുമായി ബന്ധപ്പെട്ടിട്ട് പാക്കേജ്ഡ് ഫുഡ് ഐറ്റംസ്, ബിവറേജുമായി ബന്ധപ്പെട്ട്. ഇത് മാച്ച് ദ ഫോളോയിങ് ചോദിക്കാനും സാധ്യതയുള്ളൊരു ചോദ്യമാണ്. സിമ്പിൾ ചോദ്യമാണ്, പഠിച്ചു വയ്ക്കണം. ഓക്കെ, തീർന്നു. ലാസ്റ്റ് ടോപ്പിക്കാണ് എന്താണ് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഇവിടെ സസ്റ്റൈനബിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭാവി തലമുറയെ പറ്റി ആലോചിച്ചും കൂടിയൊക്കെ ചെയ്യണം എന്നാണ് നമ്മൾ സാധാ പറയാറെങ്കിൽ ഇവിടെ അങ്ങനെയല്ല. എന്താ സംഭവം എന്ന് വെച്ചാൽ ആവശ്യമുള്ളത് മാത്രം വാങ്ങിക്കുക, ആവശ്യമുള്ളതും ചുമ്മാ ആവശ്യമില്ലാത്തതും വാങ്ങരുത്. ഷെയർ റിസോഴ്സസ് സോ എവ്രി വൺ ക്യാൻ ആക്സസ് ദം. കണ്ടോ, റിസോഴ്സുകൾ എന്ന് പറയുന്നത് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ്, നമുക്ക് മാത്രമുള്ളതല്ല. അപ്പോൾ കൈ കുറച്ച് കാശുണ്ടെന്ന് വെച്ചിട്ട് അൺനെസസറി ആയ സാധനങ്ങളോ സേവനങ്ങളോ വാങ്ങി ഉപയോഗിക്കുക, വേസ്റ്റേജ് ആക്കുക, ഇതൊക്കെ എന്ത് ചെയ്യുക? നിർത്തുക. ഇങ്ങനെ നമ്മൾ സാധനങ്ങൾ ഒരു അളവിൽ, ഒരു മയത്തിൽ നമ്മൾ പറയും അല്ലേ, ഒരു മര്യാദയ്ക്കൊക്കെ ഉപയോഗിച്ചാലേ അത് സസ്റ്റെയിൻ ചെയ്യുള്ളൂ. എങ്കിലേ അത് ഭാവി തലമുറയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഉപയോഗിക്കാനായിട്ട് പറ്റുള്ളൂ. എങ്കിലേ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്താൻ പറ്റുള്ളൂ. ഇതിനാണ് സസ്റ്റൈനബിൾ കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ സസ്റ്റൈനബിൾ എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ഭാവിക്കും കൂടെ വേണം, അല്ലെങ്കിൽ നമുക്ക് ശേഷം ഇനിയും കുറച്ച് ആൾക്കാരുണ്ടെന്നുള്ളൊരു ചിന്തയിലൂടെ നമ്മൾ എന്ത് ചെയ്യണം? കാര്യങ്ങൾ ചെയ്യണം. എന്തിനാണ് സസ്റ്റൈനബിൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? സുസ്ഥിരം എന്ന് വെച്ചാൽ ഒന്നും ഇന്നത്തോടെ അങ്ങ് തീരുന്നില്ല, കാലാകാലങ്ങളോളം നീണ്ടു നീങ്ങണം. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഉപയോഗിക്കുക, മറ്റുള്ളവർക്കും സാധനങ്ങൾ വേണമെന്ന ചിന്തയോടെ ഉപയോഗിക്കുക, എങ്കിൽ മാത്രമേ ഡെവലപ്മെൻറ്റ് ഉണ്ടാക്കാൻ പറ്റൂ. സോ ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ അവസാനം എന്ന് പറയുന്നത്. അപ്പോൾ ചാപ്റ്ററിൻ്റെ പേരെന്താണ്? കൺസ്യൂമർ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ എന്നൊക്കെയല്ലേ. അപ്പോൾ എന്താ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ എന്ന് വെച്ചാൽ? കൺസ്യൂമറിൻ്റെ അവകാശങ്ങൾ പ്ലസ് അതിനുവേണ്ടിയുള്ള നിയമങ്ങൾ, അതോടൊപ്പം തന്നെയുള്ള അവയർനെസ്സിലൂടെയാണ് നമുക്ക് ഫെയർ ട്രേഡ് ആൻഡ് എത്തിക്കൽ ബിസിനസ് പ്രാക്ടീസുകൾ നടത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഇത്രയും പറയുമ്പോൾ ഈ ഒരു മനോഹരമായ ചാപ്റ്ററോട് അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്ക് സ്കോർ ചെയ്യുമെന്ന വിശ്വാസത്തോടുകൂടി ഈ ക്ലാസ് അവസാനിപ്പിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കായിട്ട് കാണാം. അതുവരെ ബൈ ബൈ.